ഇവള് കാട്ടിക്കൂട്ടുന്നത്? ഇവളല്ലേ, സോറി, ഇബനി. 10-12 പുരുഷന്മാരുമായിട്ട് മാത്രമേ ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പേടി വിവേകിക്കുന്നത്. കാരണം അവള് കന്യാസ്ത്രീയാണ്. അവള് കന്യക. ഇത് ഇങ്ങനെ ഒരു അപരാധി. ഇവന്റെ പ്രഹസനൊക്കെ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ. ജനിച്ചത് മുസ്ലിം ആയിട്ടാണ്, മരിക്കുന്നതും മുസ്ലിം ആയിട്ട് തന്നെ മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പറ്റാത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് നോമ്പിന് നമ്മളെല്ലാവരും പോലെ എനിക്കിഷ്ടമാണ് നോമ്പെടുക്കുന്നത്. എനിക്കിഷ്ടമാണ് നോമ്പെടുക്കുന്നതും. എല്ലാ ജാസു, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇച്ചിപ്പോ മുസ്ലിമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇസ്ലാമിൽ എവിടെയെങ്കിലും ആണ് പെൺവേഷം കെട്ടാനും പെണ്ണ് ആൺവേഷം കെട്ടാനും പറഞ്ഞോ? അതൊന്നും ഇങ്ങോട്ട് പറയും. അന്നെ വെറുതെ വേണ്ട ഞാൻ ട്രോളണ്ട അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്നും മുണ്ടണ്ടെന്ന് വിചാരിച്ചും വെച്ച് ഓരോന്നും ഇങ്ങനെ ചെയ്യടാ ഇട്ട് തരികയാണല്ലോ. 30 ദിവസം നോമ്പ്. അനക്ക് പിന്നെ 30 ദിവസം നോമ്പ് കിട്ടും. മുസ്ലിം ആയിട്ടാണ് മരിക്കുന്നത്. മുസ്ലിം ആയിട്ട് തന്നെ മരിക്കണം എന്നാണ്. പടച്ചോ ഹിദായത്ത് നൽകട്ടെ. എനിക്ക് മുസ്ലിം ആയിട്ട് തന്നെ ജനിച്ചത് മുസ്ലിം ആയിട്ട് തന്നെ മരിക്കട്ടെ. പടച്ചോ ഹിദായത്ത് നൽകട്ടെ. എനിക്ക് അത്രേ പറയുള്ളൂ. കാരണം പടച്ചോൻ ആർക്കാണ് എപ്പോഴാണ് ഹിദായത്ത് കൊടുക്കാമെന്നും പറയാൻ പറ്റൂല. പിന്നെ ആഷിക കൂടെ രണ്ടുപേരും ഒരുമിച്ച് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷമായി? കുറേയായി. ഒരു 10 ഇട്ടില്ല, ഒരു 8-7 വർഷമൊക്കെ എന്തായാലും ആയി. ഇവള് പണ്ടേ നോമ്പ് എടുത്തുകാണ്ട് അമ്പലത്തേക്ക് പോയ ആളാണ്. പൊയ്ക്കണിച്ചൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് എന്തൊക്കെയോ ഇവള് കാട്ടിക്കൂട്ടുന്നത്. ഇവളല്ലേ, സോറി, ഇബനി. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാനൊരു അഹങ്കാരിയാണ്. അതന്നെയാണ് ഞങ്ങളൊക്കെ പറയണതേ. ഓന്റെ സ്വപ്നത്തിൽ വിചാരിച്ച ഭാര്യ അന്നെക്കൊണ്ട് പറ്റൂലെന്ന്. കാരണം ഭാര്യ എന്ന് പറഞ്ഞത് അന്നല്ല, അനക്കതല്ലല്ലോ. അനക്ക് നമ്മൾ ഈ കിൽക്കാക്കൊട്ട മേടിച്ചുമ്പോ കിട്ടുന്ന കിൽക്കല്ലേ, അതേമാതിരി സാധനല്ലേ അനക്കുള്ളത്, കിൽക്കമണി. അങ്ങനെ പിന്നെ അനക്കോ വിചാരിച്ച ഭാര്യയാൻ പറ്റുക? ഓനക്ക് കിൽക്കമണി ഇല്ലാത്തതാ വേണ്ടതേ. അതിനാണ് ഭാര്യ എന്നറിയേ. ഇനി ഭാര്യ എന്നല്ലല്ലോ പറയാ. നല്ലോണം പിടിച്ചിരിക്കണം. അതെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? അവളുടെ കൂടെ ഒരു ആണുള്ളത്. അതേടാ, ഞാൻ ആഷിയുടെ പെണ്ണാ. ആഷിയുടെ എന്ത് പെണ്ണോ? അയ്യോ, ഞങ്ങൾക്കൊക്കെ കിൽക്കാക്കാട്ടിനുള്ളൊന്ന് കിൽക്കാ കിട്ടല്. അനക്കും അതന്നെയല്ലേ? എന്റെ പൊന്നാരെ, എന്തൊക്കെ കാണണം. ഇതന്നെയല്ലേ പോനും പറയാനുള്ളത്. എന്റെ ശക്തി എന്റെ കൂടെ ഒരാണുള്ളതാണ് അല്ലേ ജാസി? ഇതന്നെയല്ലേ ഓന് പറയല്. എല്ലാതും ഇജ്ജ് പെണ്ണല്ലല്ലോ. പിന്നെ ആ ഹംക്കാണെന്നുണ്ടെങ്കിൽ 24 ജാസിയെ കഞ്ഞായ, ജാസിയെ ചോറായ, ജാസിയെ അതങ്ങനെ ഒത്ത. ഇവനോട്ടാ പണിക്ക് പോവില്ല, എങ്ങനെയാ ജീവിച്ചോട്ടെ. എല്ലാവർക്കും സ്നേഹസലാം. അപ്പൊ ഇന്ന് ബറാത്താണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റു, കുളിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലേക്ക് കയറി. കാരണം നോമ്പുള്ളത് കൊണ്ട് തന്നെ നോമ്പിനുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കണമായിരുന്നു. ബറാത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാപങ്ങൾ പുറത്തപ്പെടുന്ന ഒരു നോമ്പാണ്. അതാണ് കൂടാണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നോമ്പും കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നോമ്പ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം കുറേ നേരത്തെ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൈൻഡൊക്കെ ഒന്ന്. റംസാനൊക്കെ ഇനി വരുന്നത്, ഇനി ഇങ്ങനത്തെ കുറേ അപരാധങ്ങളെ കണ്ടുവരും. മറ്റപ്പം പറഞ്ഞ മാതിരി ഇന്ന് ദേവി, നാളെ ബീവി, മറ്റന്നാൾ മൂദേവി എന്ന്. ഞാൻ ഇനി തലക്ക പറയണം. ഇന്നലെ ഇങ്ങനെ പറയണം, മിഞ്ഞാന്ന് മൂദേവി, ഇന്നലെ ദേവി, ഇന്ന് ബീവി എന്ന് പറയേണ്ടി വരും. ഇനി റംസാൻ വന്നാല് ഇന്ന് തല ഉത്തര പറയണോ? ഇനി ഇവരൊക്കെ പ്രഹസനം. ഇനിയിപ്പോൾ ഓരോരോ ദിവസത്തെ വീഡിയോസ്. ഇതാ നോമ്പ് ഒന്നിന് ഞാൻ രാവിലെ എണീനേറ്റു, അത്താഴം കഴിച്ചു, നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുസല്ലിം മറ്റതും മറിച്ചതും ഇനി വേണ്ട എല്ലാ സംഗതിയും. ലാസ്റ്റ് പലഹാരം ഉണ്ടാക്കണതും അത് കഴിഞ്ഞിട്ട് നോമ്പറക്കുന്നത് ആദ്യം കഴിഞ്ഞിട്ട് അരിവില്ലഴകല്ലേ ഇതൊക്കെ കാണേണ്ടി വരും. അങ്ങനെ കുറേ എണ്ണം ഇറങ്ങാണ്ട് നോമ്പാവുമ്പോൾ.
ഫത്ത് കിതാബിൻ്റെ നടുവറ്റ്. ആ ബല സലാനും പറച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ വഫിയേക്ക് മറ്റേ ഇതാ പഠിച്ചിറങ്ങിയ കുട്ടികളെ മാതിരിയാ. ആ എന്തൊക്കെയാ കാണണം പഠിച്ചോനെ. എന്തായാലും ഓരോ ദിവസം എങ്ങനെയൊക്കെ തള്ളി നീങ്ങണ്ടല്ലേ. അല്ല ഫോണിൽ കുറച്ച് വൈഫൈ MB ഉള്ളെങ്കിലും തീരണ്ടേ. അപ്പം ഇനി എന്തായാലും ഇനി വേറെ എന്തെങ്കിലും പ്രഹസനമായിട്ട് വരുമ്പോൾ നമുക്ക് വരാം.